CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരിയിൽ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആവേശമായി. 3 മുന്നണി പ്രവർത്തകരും നേതാക്കളും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ടൗണിൽ സംഗമിച്ചു. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് കലാശക്കൊട്ടോടെ വൈകിട്ട് 6-ന് സമാപിച്ചത്. ശ്രീകൃഷ്ണപുരത്ത് തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ 3 മുന്നണികളും പങ്കെടുത്തു. പെരിന്തൽമണ്ണയിലും തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആവേശമായി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിതരണത്തിനായി പൂർണ്ണ സജ്ജമായി. ഡിസംബർ 10-ന് രാവിലെ 10 മണി മുതൽ സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു. ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. ചെർപ്പുളശ്ശേരിയിൽ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആവേശമായി. 3 മുന്നണി പ്രവർത്തകരും നേതാക്കളും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ടൗണിൽ സംഗമിച്ചു. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് കലാശക്കൊട്ടോടെ വൈകിട്ട് 6-ന് സമാപിച്ചത്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന മിനിറ്റുകളിൽ കൊട്ടിക്കലാശം ശക്തിപ്രകടനമാക്കുകയായിരുന്നു മുന്നണികൾ. 3 മുന്നണി പ്രവർത്തകരും നേതാക്കളും വെൽഫെയർ പാർട്ടിയും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ടൗണിൽ സംഗമിച്ചു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് സംഘം കാവലുണ്ടായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്താണ് രാഷ്ട്രീയ പാർട്ടികൾ നിലയുറപ്പിച്ചത്.
CCN ചെറുപ്പുളശ്ശേരി. ശ്രീകൃഷ്ണപുരത്ത് തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ 3 മുന്നണികളും പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെയും വാഹന റാലിയോടെയും നടന്ന കലാശക്കൊട്ടിൽ MLA K പ്രേംകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. തങ്ങൾ ഉണ്ടാക്കിയെന്ന് നുണ പറയുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ആരോഗ്യ മന്ദിർ പദ്ധതി അട്ടിമറിക്കാൻ നോക്കുന്ന കേന്ദ്രം അനുവദിച്ച ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് വിതരണം ചെയ്യാത്ത ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ കടുത്ത വഞ്ചന ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ ഗ്രാമ നഗര വികസന പ്രക്രിയകൾക്കായി കേന്ദ്രം നൽകിയ CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണയിലും തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആവേശമായി. UDF പ്രവർത്തകരാണ് വാഹന റാലിയോടെ നഗരത്തിൽ സംഗമിച്ചത്. MLA നജീബ് കാന്തപുരവും പങ്കെടുത്തു. ഇത് പണക്കാർക്ക് തീരെഴുതി കൊടുത്ത നിങ്ങളുടെ ഒറ്റുകാരായ നേതാക്കളോട് പകരം ചോദിക്കാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. എങ്കിൽ ഐക്യജനാണ് നമ്മുടെ ശാന്തമായി നമ്മളുടെ മുഴുവൻ വാർഡുകളിലേക്ക് തിരിച്ചു പോവുക. ഈ പരിപാടി ഇത്ര മനോഹരമായി കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ കൺവീനർ പച്ചേരി ഫാറൂഖ് ഈ ചടങ്ങിന് നന്ദി പറയും. കുട്ടികളുടെ പെരിന്തൽമണ്ണ, വിദ്യാർത്ഥികളുടെ പെരിന്തൽമണ്ണ, പ്രിയപ്പെട്ടവരുടെ പെരിന്തൽമണ്ണ, സ്ത്രീകളുടെ പെരിന്തൽമണ്ണ, വാർദ്ധക്യം ബാധിച്ചവരുടെ പെരിന്തൽമണ്ണ, രോഗികളുടെ പെരിന്തൽമണ്ണ, അവർക്ക് ആശ്വാസമേകുന്ന ഒരു ഭരണം ഞങ്ങൾ ഈ മണ്ണിൽ ഉണ്ടാക്കും. ഈ നഗരസഭ UDF പിടിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ ഊർജം അതെല്ലാം ചെലവാക്കിയത് പാഴായി പോകാനുള്ളതല്ല എന്ന പ്രഖ്യാപനം കൂടി ഞാൻ ഇവിടെ നടത്തുകയാണ്. CCN പെരിന്തൽമണ്ണ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു.
ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. രാവിലെ 10 മണിക്ക് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ചിൽ സ്റ്റേഷനിലെ മുഴുവൻ സേനാംഗങ്ങളും അണിനിരന്നു. ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. ഇതിനു പിന്നാലെ രാവിലെ 11 മണി മുതൽ അങ്ങാടിപ്പുറം ടൗണിലും പോലീസ് റൂട്ട് മാർച്ച് നടത്തി. കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വോട്ടെടുപ്പ് ദിവസം, വോട്ടെണ്ണൽ ദിവസം എന്നീ നിർണായക ഘട്ടങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പോലീസ് വിപുലമായ രൂപരേഖ തയ്യാറാക്കിയതായും അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. വെള്ളിനേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ 6 ദിവസത്തെ ഉത്സവാഘോഷത്തിന് ബുധനാഴ്ച രാത്രി 7:30 കൊടിയേറും. തന്ത്രി അണ്ടലാടി മന ഉണ്ണി നമ്പൂതിരിപ്പാട് കാർമ്മികനാകും. എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 6-ന് തൃപ്പുലിക്കൽ നാരായണീയ പാരായണ സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണത്തോടെയാണ് തുടക്കം. വൈകിട്ട് നൃത്തസന്ധ്യ, കൈകൊട്ടിക്കളി, കഥകളി എന്നിവയും ഉണ്ടാകും. 11-ന് രാവിലെ 3 ദിവസത്തെ ശിവസഹസ്രനാമ ലക്ഷാർച്ചന തുടങ്ങും. വൈകിട്ട് കൃഷ്ണനാട്ടം, തായമ്പക എന്നിവയും ഉണ്ടാകും. 12-ന് വൈകിട്ട് അഷ്ടപതിയും ചാക്യാർകൂത്തും തായമ്പകയും ഉണ്ടാകും. 13-ന് രാവിലെ ഉത്സവ ബലി, 10-ന് ഓട്ടൻതുള്ളൽ, 11-ന് പനമണ്ണ ശശിയുടെ ശിഷ്യരുടെ പഞ്ചാരിമേളം, വൈകിട്ട് നൃത്തം, രാത്രി 8-ന് പനമണ്ണ ശശിയുടെയും കല്ലൂർ ഉണ്ണികൃഷ്ണന്റെയും ഇരട്ട തായമ്പക എന്നിവയും ഉണ്ടാകും. 14-ന് പള്ളിവേട്ട ആഘോഷിക്കും. പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെയാണ് ആരംഭം. രാത്രി കോങ്ങാട് രാധാകൃഷ്ണൻ നയിക്കുന്ന പഞ്ചവാദ്യത്തോടെയാണ് പള്ളിവേട്ട തിരിച്ചെഴുന്നള്ളിപ്പ്. 15-ന് പുലർച്ചെ 5-ന് പള്ളിയുണർത്തൽ, യാത്രാബലി, കൊടിയിറക്കൽ, കലശം, ശ്രീഭൂതബലി എന്നിവയ്ക്കു ശേഷം മുറിയൻകണ്ണിക്കടവിൽ ആറാട്ടു നടക്കും. വെള്ളിനേഴി രാംകുമാർ, പനമണ്ണ ശശി, വെള്ളിനേഴി ആനന്ദ് തുടങ്ങിയവർ നയിക്കുന്ന പാണ്ടിമേളത്തോടെയാണ് തിരിച്ചെഴുന്നള്ളിപ്പ്. 11-ന് ഭക്തിഗാനമേളയും 12-ന് പ്രസാദൂട്ടുമുണ്ടാകും. ഉത്സവത്തിന്റെ മുന്നോടിയായി 9-ന് ചൊവ്വാഴ്ച രാവിലെ ഉദയാസ്തമന പൂജയും വൈകിട്ട് 5-ന് ശുദ്ധി ക്രിയാദികളും ഉണ്ടാകും. 5:30-ന് പൊതുസമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് M ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചാരിറ്റി പ്രവർത്തനം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. പുരസ്കാരങ്ങൾ നേടിയ പനമണ്ണ ശശി, കലാമണ്ഡലം രഘുചന്ദ്രൻ, ഭരദ്വാജ് സുബ്രഹ്മണ്യം എന്നിവരെ ആദരിക്കും. 7-ന് നൃത്തപരിപാടികളും 9-ന് ശിവശക്തി നാടകവേദിയുടെ കാഴ്ചയ്ക്കപ്പുറം എന്ന നാടകവും ഉണ്ടാകും. അർഹരായവർക്ക് ധനസഹായം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതെന്നും ഉത്സവ ദിവസങ്ങളിൽ നിത്യേന താന്ത്രിക ക്രിയകളും നിറമാലയും ചുറ്റുവിളക്കും 3 നേരവും പ്രസാദൂട്ടും ഉണ്ടാകുമെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്രത്തിലെ തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ക്ഷേത്രം ട്രസ്റ്റി OV നാരായണ നമ്പൂതിരിപ്പാട് അവരാണ്. മേൽശാന്തി പ്രകാശ് നമ്പൂതിരി, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി മെമ്പർ KT രാമചന്ദ്രൻ എന്നിവരിതിൽ പങ്കെടുക്കും. മാത്രമല്ല ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഈ വർഷം പുതിയതായ അവാർഡുകൾ ലഭിച്ച 3 പ്രശസ്തരായ ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. വേൾഡ് മലയാളി ഫെഡറേഷൻ കോയമ്പത്തൂർ ഏർപ്പെടുത്തിയ കലാരത്ന പുരസ്കാരം ലഭിച്ച പ്രശസ്ത തായമ്പക കലാകാരൻ ശ്രീ പനമണ്ണ ശശി, അതുപോലെ തന്നെ കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി ഏർപ്പെടുത്തിയ യുവക്ഷേത്ര പുരസ്കാരം ലഭിച്ച വെള്ളിനേഴി രഘുചന്ദ്രൻ, ബോംബെ ഷൺമുഖസഭ ഏർപ്പെടുത്തിയ യുവ പ്രതിഭകൾക്കുള്ള അവാർഡ് ലഭിച്ച വെള്ളിനേഴി ഭരദ്വാജ് സുബ്രഹ്മണ്യം എന്നീ 3 പേരെയാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നത്. പ്രസിഡന്റ് ബാലകൃഷ്ണൻ എളാർതൊടി, സെക്രട്ടറി A ചാമി, ഭാരവാഹികളായ N പ്രകാശൻ, O സുരേഷ് കുമാർ, P മണികണ്ഠൻ, K രാധിക, വിമല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 16-ാം വാർഡ് തെക്കേപ്പുറം തിരിച്ചുപിടിക്കാനായി UDF ശക്തമായ പ്രചാരണവുമായി രംഗത്ത്. കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്ന വാർഡാണിത്.
കഴിഞ്ഞ 20 വർഷത്തിലേറെയായി തെക്കുമുറി വാർഡ് അഭിമുഖീകരിക്കുന്ന വികസന മുരടിപ്പ് ആരോപിച്ചാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുൻവർഷങ്ങളിൽ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട വാർഡാണ് തെക്കുമുറി. വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി സതീശനും BJPയിൽ ശ്രീജിത്തും മത്സരരംഗത്തുണ്ട്. CCN ചെത്തല്ലൂർ. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 12ാം വാർഡായ പള്ളിക്കുന്നിലെ സ്ഥാനാർത്ഥിയായ NK ശ്രീജിത്ത് വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി വോട്ടർമാരുടെ പിന്തുണ അഭ്യർത്ഥിച്ചു. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ആകെ 9 വാർഡുകളിലാണ് BJP ഇത്തവണ മത്സരിക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷനിൽ ജനവിധി തേടുന്ന BJP സ്ഥാനാർത്ഥി രചന സജീവ് പെരുമ്പാലപ്പാറയിലെത്തി വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ചു. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകരും പ്രചാരണത്തിൽ രചന സജീവിനൊപ്പം അണിചേർന്നു. ഇതിനു പുറമെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആലിപ്പറമ്പ് ഡിവിഷൻ സ്ഥാനാർത്ഥിയായ ഉഷ പെരുമ്പാലപ്പാറയിൽ നടന്ന കുടുംബയോഗത്തിൽ പങ്കെടുക്കുകയും വോട്ടർമാരുമായി സംവദിക്കുകയും ചെയ്തു. CCN ചെത്തല്ലൂർ. ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി C പ്രേം ഹരിദാസ് അലനല്ലൂർ ടൗണിലെ പ്രചാരണ പരിപാടികൾ പൂർത്തിയാക്കി. ടൗണിലെ വ്യാപാരികളോടും തൊഴിലാളികളോടും യാത്രക്കാരോടും അദ്ദേഹം നേരിട്ട് വോട്ടഭ്യർത്ഥിച്ചു. കേന്ദ്ര BJP സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തന്റെ വിജയത്തിന് തുണയാകുമെന്ന് പ്രേം ഹരിദാസ് അഭിപ്രായപ്പെട്ടു. BJP സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങൾ മുൻനിർത്തി ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 32 വർഷത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള നേതാവാണ് പ്രേം ഹരിദാസ്. നിലവിൽ കൂടാതെ SC മോർച്ച പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ്, BJP മണ്ണാർക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, കണ്ടംകുണ്ട് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നേരത്തെ 2 തവണ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്കും 1 തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിച്ചിട്ടുള്ള പ്രേം ഹരിദാസ് ജില്ലാ പഞ്ചായത്തിലേക്ക് ആദ്യമായാണ് ജനവിധി തേടുന്നത്. CCN ചെത്തല്ലൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കടമ്പഴിപ്പുറത്ത് LDF റാലി നടന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MP-യുമായ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മുടെ സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അറിയാം, 2019-2020 നമ്മൾ ഇതുപോലെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിനെ നാം നേരിടുന്ന സന്ദർഭം എന്ന് പറയുന്നത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. ആ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റിൽ 1 സീറ്റിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. 19 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യം പരാജയപ്പെടുകയാണ്. അങ്ങനെ 19 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യം പാർലമെന്റിലേക്ക് പരാജയപ്പെടുമ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം. 2016 അധികാരത്തിൽ വന്ന പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ആ ഗവൺമെന്റ് ഭരിക്കുന്നതാണ് 20 സീറ്റിൽ 19 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യം പരാജയപ്പെടുന്നത്. റാലിക്ക് K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിൽ P മൊയ്തീൻകുട്ടി, CPI ജില്ലാ കൌൺസിൽ അംഗം P നൌഷാദ്, CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ, P സുബ്രഹ്മണ്യൻ, C കൃഷ്ണൻകുട്ടി, ശ്രീവത്സൻ, NK സതീഷ്, പ്രമീള, C രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആലിപ്പറമ്പ് ഡിവിഷൻ BJP സ്ഥാനാർത്ഥി കണ്ണത്ത് ഉഷയുടെ വാർഡ് തല പര്യടനം ആലിപ്പറമ്പ് 7ാം വാർഡ് വാഴയങ്കടയിൽ നടന്നു. വാഴയങ്കട കണ്ണത്ത് പ്രദേശത്തെ വീടുകളിൽ കയറി സ്ഥാനാർത്ഥി വോട്ടർമാരോട് നേരിട്ട് വോട്ടഭ്യർത്ഥിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് വാഴയങ്കടയിൽ നിന്നും മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി നിജിഷ്മയും ഉഷയോടൊപ്പം ചേർന്ന് വോട്ടർമാരെ കണ്ടു. വികസനം തന്നെയാണ് മെയിനായിട്ട് നാടിന്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക. ഇരു സ്ഥാനാർത്ഥികളും തങ്ങളുടെ വിജയത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നാടിന്റെ വികസനം തന്നെ മാറണം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊക്കെ നടപ്പിലാക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. നാടിന്റെ വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ BJP സ്ഥാനാർത്ഥികളുടെ പര്യടനം പൂർത്തിയായെന്നും ഇത്തവണ മികച്ച വിജയം നേടാനാകുമെന്നും BJP നേതാവ് രാമനുണ്ണി അറിയിച്ചു. ആലിപ്പറമ്പ് പഞ്ചായത്തില് BJPയുടെ ശക്തമായ മത്സരങ്ങളാണ് നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാവിധ വർക്കുകളും ഇപ്പോൾ നടന്നു വരികയാണ്. ചില വാർഡുകളിൽ 2 വട്ടം പ്രചരണം കഴിഞ്ഞു. വാഴയങ്കട 7ാം വാർഡിലെ പ്രചരണം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ ഞങ്ങൾ ഇന്ന് ഒരുവിധം വീടുകളെല്ലാം ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ വാഴയങ്കട കണ്ണത്ത് കോളനിയുടെ റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇതുവരെയും 10 വർഷമായിട്ട് ഇതിലൊരു പ്രവർത്തനങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. ഈ BJP അധികാരത്തിൽ വന്നാൽ ആദ്യം
കണ്ണത്ത് കോളനിയുടെ ഈ ശോചനാവസ്ഥ പരിഹരിക്കും. CCN പെരിന്തൽമണ്ണ. കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിഷൻ 2030 എന്ന പേരിൽ കടമ്പഴിപ്പുറത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കടമ്പഴിപ്പുറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. സാംസ്കാരിക വേദി പ്രസിഡന്റ് വിമൽ ഗോപുരം അധ്യക്ഷത വഹിച്ച സെമിനാറിന് സെക്രട്ടറി സതീഷ് NK സ്വാഗതം പറഞ്ഞു. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ പ്രമുഖ മുന്നണി നേതാക്കൾ തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ പൊതുജനങ്ങളുമായി പങ്കുവച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് CPIM ഏരിയ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ, ഐക്യ ജനാധിപത്യ മുന്നണിക്കായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ്, ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് നിഷാദും വിഷയത്തിൽ അധികരിച്ച് സംസാരിച്ചു. വിഷയത്തെക്കുറിച്ചുള്ള കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ നിർദ്ദേശങ്ങൾ വൈസ് പ്രസിഡന്റ് വൈപ്പൂർ ബാലസുബ്രഹ്മണ്യൻ അവതരിപ്പിച്ചു. തുടർന്ന് മുന്നണി നേതാക്കളെ സാംസ്കാരിക വേദി ആദരിക്കുകയും വിജയാശംസകൾ നേരുകയും ചെയ്തു. പ്രാദേശിക ചരിത്രകാരൻ ബാലൻ, റിട്ടയർഡ് ജോൺ RTO മോഹൻ, ഷൌക്കത്ത്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ മോഹനൻ, പരിസ്ഥിതി പ്രവർത്തകൻ മനോജ്, അജിത് പ്രസാദ്, AP രാജൻ എന്നിവരും സെമിനാറിൽ സംസാരിച്ചു. ട്രഷറർ നാരായണൻ മൂസത്ത് നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് തെക്കേപ്പുറം LDF സ്ഥാനാർത്ഥി പത്മനാഭൻ വാർഡ് പര്യടനം നടത്തി. പ്രവർത്തകരോടൊപ്പം വീടുകളിൽ കയറിയാണ് അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചത്. നിലവിൽ LDF ഭരിക്കുന്ന വാർഡാണ് തെക്കേപ്പുറം. കഴിഞ്ഞ ഭരണസമിതിയിലെ വാർഡ് മെമ്പർ സജിതയും പത്മനാഭനോടൊപ്പം പര്യടനത്തിൽ പങ്കെടുത്തു. വാർഡിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ടർമാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സജിത പറഞ്ഞു. എനിക്ക് കഴിവിന്റെ പരമാവധി നമ്മളുടെ വാർഡുകളിൽ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ വികസന തുടർച്ചയ്ക്കായിട്ട് നമ്മുടെ പപ്പേട്ടനെ എല്ലാവർക്കും അറിയാം. കാരണം പൊതുപ്രവർത്തനത്തില് എല്ലാ കാര്യത്തിലും വളരെ മുമ്പിലാണ് ആള്. അപ്പോൾ പപ്പേട്ടനെ എല്ലാവരും കപ്പും സോസറും ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തെക്കേപ്പുറം വാർഡിൽ മികച്ച വിജയം നേടാനാകുമെന്നും ആലിപ്പറമ്പ് പഞ്ചായത്ത് ഭരണം LDF തിരിച്ചുപിടിക്കുമെന്നും സ്ഥാനാർത്ഥി പത്മനാഭൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഈ 20 വർഷത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഒരു 18 സീറ്റോളം LDF നേടി ഭരണം തിരിച്ചു പിടിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ സജ്ജീകരണങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലേക്കും എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ 13-ാം തീയതി പ്രതീക്ഷിച്ച് നിൽക്കേ വേണ്ടുള്ളൂ. അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ ആലിപ്പറമ്പ് പഞ്ചായത്ത് LDF ഭരിക്കും. അതിനുള്ള എല്ലാ സംവിധാനമുണ്ട്. ഇവിടെ ഞങ്ങളും സജ്ജമാണ്. ഈ തെക്കേപ്പുറം വാർഡിൽ 16-ാം വാർഡിൽ ഞങ്ങൾ എല്ലാ വീടുകളും കയറി, ഒരു വീടുകൾ പോലും ഒഴിവാക്കാതെ എല്ലാ വീടുകളും കയറി എല്ലാ വോട്ടർമാരെയും കണ്ടു. ആ കണ്ടതിന്റെ ഭാഗമായിട്ട് അവരിൽ നിന്നെല്ലാം തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അവരെല്ലാം എനിക്ക് നല്ല ഒരു മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല നിർദ്ദേശങ്ങളും എനിക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വാർഡിലെ എല്ലാ ആളുകളുടെയും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എല്ലാ ആളുകളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിലുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. ജയിച്ചാൽ ഞാൻ കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ മാവേലി വരുന്നത് പോലെ വന്നു പോകുന്ന ഒരാളല്ല ഞാൻ. ഈ പാർലമെന്ററി രംഗത്തേക്ക് വരുന്നതിന് മുമ്പും ഞാൻ ഈ സജീവമായി ഈ തെക്കേപ്പുറം വാർഡിലും മറ്റെല്ലാ മേഖലയിലും പ്രവർത്തിച്ച വ്യക്തിയാണ്. അത് തുടർന്നും ഞാൻ ഉണ്ടാകുമെന്നാണ് എനിക്ക് എല്ലാ വോട്ടർമാരോടും പറയാനുള്ളത്. അതുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള കപ്പും സോസറിലും വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ എല്ലാവരും എന്നെ വിജയിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തെക്കേപ്പുറം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷെഫീഖ് തെക്കേപ്പുറം ആണ്. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി സാജിദയുടെ വാർഡ് പര്യടനം നടന്നു. ഏലംകുളം ഡിവിഷനിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസം സാജിദ പ്രകടിപ്പിച്ചു. താഴേക്കോട്, ആലിപ്പറമ്പ്, ഏലംകുളം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ടത്. വാർഡ്, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം ചേർന്നാണ് സാജിദയുടെ പര്യടനം നടന്നത്. UDF നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഒരു വികസനമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. വിജയബേരി പോലത്തെ പദ്ധതികൾ നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വളരെയധികം ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വലിയ നേതാക്കന്മാർ വരെ ഈ മലപ്പുറം ജില്ലയെ പരിഹസിക്കുകയും അതുപോലെ തന്നെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് സ്ഥിതിയാകെ മാറി. എല്ലാ പരീക്ഷകൾ എടുത്തു നോക്കുകയാണെങ്കിലും, എൻട്രൻസ് ആണെങ്കിലും അതുപോലെ തന്നെ മത്സര പരീക്ഷകളാണെങ്കിലും ഈ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ച് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലൊക്കെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ ഉടനീളം
തീർച്ചയായിട്ടും UDFന്റെ ഒരു തരംഗം ആഞ്ഞു വീശുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. UDF അധികാരത്തിൽ വരും. ഏലംകുളം ഡിവിഷനിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസം സാജിദ പ്രകടിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണത്തിൽ ഇന്നലെ ആലിപ്പറമ്പ് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെയായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്. അതിലെ എല്ലാ ഭാഗത്തു നിന്നും വലിയ വമ്പിച്ച സ്വീകരണമാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് വിജയം എന്നുള്ളത് സുനിശ്ചിതമാണ്, സംശയമില്ല. ജനങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുറപ്പാണ്. നല്ല വിജയമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. CCN പെരിന്തൽമണ്ണ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിതരണത്തിനായി പൂർണ്ണസജ്ജമായി. ഡിസംബർ 10 രാവിലെ 10 മണി മുതൽ സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലുള്ള 8 ഗ്രാമപഞ്ചായത്തുകളിലെ 332 പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാമഗ്രികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വിതരണ കേന്ദ്രം പെരിന്തൽമണ്ണ ബോയ്സ് സ്കൂളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട പരിശീലനം കൂടാതെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം എന്നിവയെല്ലാം പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. നമുക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 8 ഗ്രാമപഞ്ചായത്തുകളിലായിട്ട് 332 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഈ 332 പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള വിതരണ സാമഗ്രികളൊക്കെ തയ്യാറായി കഴിഞ്ഞു. PVMകൾ മെനിഞ്ഞാന്ന് 7-ാം തീയതി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ കൗണ്ടറുകൾ സജ്ജീകരിക്കുക. നാളെ രാവിലെ 10 മണി മുതൽ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള സാമഗ്രികൾ പോളിംഗ് ഉദ്യോഗസ്ഥരിൽ വിതരണം ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു 100 റൂട്ട് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് പരിശീലനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതുപോലെ തന്നെ വിതരണവും സ്വീകരിക്കലുമായി ബന്ധപ്പെട്ടും ഇന്നലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കഴിഞ്ഞിരുന്നു. വളരെ തൃപ്തികരമായ രീതിയിലാണ് പോകുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകളുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് പെരിന്തൽമണ്ണ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും പരമാവധി തിരക്ക് കുറയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നാളെ ഉച്ചയോടുകൂടി വിതരണം കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആലിപ്പറമ്പ് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി വാഹിദ പാറക്കണിവാടിൽ പര്യടനം നടത്തി. നിലവിൽ ആലിപ്പറമ്പ് പഞ്ചായത്ത് അംഗമായിരുന്ന വാഹിദ കോണി ചിഹ്നത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത്. വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ PK മുനീർ അഹമ്മദിന്റെ കൂടെയാണ് വാഹിദ വോട്ടർമാരെ കണ്ടത്. പാർട്ടി പ്രവർത്തകരും ഇരുവർക്കുമൊപ്പം വോട്ടഭ്യർത്ഥനയിൽ പങ്കുചേർന്നു. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മികച്ച വിജയം നേടാനാകുമെന്ന പ്രതീക്ഷ വാഹിദ പങ്കുവച്ചു. മത്സരം നല്ല ആവേശപൂർവ്വം നടക്കുന്നുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആലിപ്പറമ്പ് ബ്ലോക്ക് ഡിവിഷനിലാണ് ഞാൻ ജനവിധി തേടുന്നത്. നല്ല ആവേശത്തോടു കൂടി നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മത്സരിക്കുന്നത്. UDFന്റെ സിറ്റിംഗ് ഡിവിഷൻ കൂടിയാണ് ഇത്. ഇവിടെ മുൻ UDF ജനപ്രതിനിധി നടത്തിയ എല്ലാ വക വികസന പ്രവർത്തനങ്ങളുടെയും തുടർച്ച എന്നോണാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റായ പാറക്കണ്ണി വാർഡിൽ ഇത്തവണയും മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് വാർഡ് സ്ഥാനാർത്ഥി PK മുനീർ അഹമ്മദ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആലിപ്പറമ്പ് പഞ്ചായത്ത് 11-ാം വാർഡ് പാറക്കണ്ണിയിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി PK മുനീർ എന്ന ഞാൻ ജനവിധി തൊടുകയാണ്. മുഴുവൻ വോട്ടർമാരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വാർഡ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് വാർഡാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാ പ്രവർത്തകരും സജീവമായി തന്നെ രംഗത്തുണ്ട്. സാധാരണക്കാരിൽ നിന്നൊക്കെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരിയിൽ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആവേശമായി. 3 മുന്നണി പ്രവർത്തകരും നേതാക്കളും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ടൗണിൽ സംഗമിച്ചു. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് കലാശക്കൊട്ടോടെ വൈകിട്ട് 6-ന് സമാപിച്ചത്. ശ്രീകൃഷ്ണപുരത്ത് തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ 3 മുന്നണികളും പങ്കെടുത്തു. പെരിന്തൽമണ്ണയിലും തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആവേശമായി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിതരണത്തിനായി പൂർണ്ണ സജ്ജമായി. ഡിസംബർ 10 രാവിലെ 10 മണി മുതൽ സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു. ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച
നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.